സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ തെളിദീപമായിതാ സത്യവചനം. വിടുതലായി രക്ഷയായി നമ്മിൽ നവജീവനായിതാ സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയ സഹോദരങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വചനധ്യാനം ആരംഭിക്കുവാൻ താല്പര്യപ്പെടുന്നു. ചോദ്യം ഇതാണ്: എന്താണ് യഥാർത്ഥമായ സമ്പന്നത? ഈ ചോദ്യം നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് സമ്പന്നർ എന്ന് ചോദിക്കുമ്പോൾ പലവിധമായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ എന്ന് പറയുന്നത് എത്രമാത്രം പണം സമ്പാദിക്കാൻ സാധിക്കുമോ അത്രമാത്രം പണം സമ്പാദിക്കുന്നവരാണ് യഥാർത്ഥമായ സമ്പന്നർ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഓരോ വർഷവും തനിക്ക് കിട്ടുന്ന ഇൻക്രിമെന്റിനെ താൻ നോക്കിയിരിക്കുകയും താൻ പ്രതീക്ഷിക്കുന്ന ആ ഇൻക്രിമെന്റ് കിട്ടിയില്ല എങ്കിൽ വേറെ ഒരു ജോലി നോക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും അദ്ദേഹം പോകും.
മറ്റൊരു ഉദാഹരണം, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തനിക്ക് വർഷാവസാനം കിട്ടുന്ന ലാഭം എത്രയാണ്, അതിൻ്റെ ശതമാനം എത്രയാണ് എന്നതിനെക്കുറിച്ച് താൻ വ്യക്തമായി ചിന്താകുലനായിരിക്കും. ഇനി മറ്റ് പല വഴികളുണ്ട്. ഷെയർ ട്രേഡിംഗ്, കള്ളക്കടത്ത്, അങ്ങനെ പലവിധമായിരിക്കുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുവാനായിട്ട് നെട്ടോട്ടം ഓടുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, ഇത് ആത്യന്തികമായി അന്ത്യത്തോളം അല്ലെങ്കിൽ നിത്യതയോളം നിലനിൽക്കുന്ന ഒരു സമ്പന്നതയല്ല. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ആളുകൾ ചിന്തിക്കുന്നത് പണമല്ല, എങ്ങനെയെങ്കിലും സമാധാനത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പന്നത എന്ന് ചിന്തിക്കുന്ന മറ്റു കൂട്ടം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഒരു ദിവസത്തെ പണിയെല്ലാം തീർത്തതിന് ശേഷം രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമാധാനം അല്ലെങ്കിൽ സമ്പന്നത എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അവർ. എന്നാൽ ആ സമാധാനം എന്ന് പറയുന്നതും ഈ ലോകത്തോടുകൂടെ അവസാനിക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി മറ്റു ചില ആളുകളുണ്ട്, അവർ പണമുണ്ടാക്കുന്നത് അല്ല, അല്ലെങ്കിൽ സമാധാനമായി ജീവിക്കുന്നതല്ല, അനേകം സുഹൃത്തുക്കൾ ഉള്ളതാണ് ഏറ്റവും വലിയ സമ്പന്നത എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ആ സൗഹൃദ ബന്ധം നിലനിർത്തുവാനായിട്ട് അവരാൽ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും അവർ നടത്തും. പ്രത്യേകിച്ച് ആ ഒരു ബന്ധം നിലനിർത്തുവാനായിട്ട് ഉത്സാഹിക്കുന്നത് യുവാക്കളാണ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ മദ്യം, മയക്കുമരുന്ന്, അങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും അതിന് അടിമപ്പെട്ട് ജീവിക്കുകയും അങ്ങനെ ചില നാളുകൾക്ക് ശേഷം ആ ഉള്ള സൗഹൃദ ബന്ധവും നഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു രീതിയിലേക്ക്, ഒരു സമാധാനമില്ലാതെ തനിക്കുള്ളത് എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ പണം, ലോകപ്രകാരമുള്ള സമാധാനം, സൗഹൃദ ബന്ധങ്ങൾ, ഇതൊന്നും നമുക്ക് നിത്യതയോടുള്ള ബന്ധത്തിൽ ഒരു സമ്പന്നത നമുക്ക് നൽകുന്നില്ല. ഇതെല്ലാം ലോകത്തോടുകൂടെ അവസാനിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് യഥാർത്ഥമായ സമ്പന്നത? അതിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെ ആകുന്നു. നാം ഈ വായിച്ച വേദഭാഗത്തു നിന്നും 3 കാര്യങ്ങൾ പറയണം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്നത്, നമ്മുടെ ജീവിതം എങ്ങനെ നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പുണ്ട് എന്നതാണ്. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യന് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാനായിട്ട് സാധിക്കില്ല. ഇവിടെ മാമോൻ എന്ന് ഉദ്ദേശിക്കുന്നത് പണം, അതാണ് മാമോൻ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരിക്കലും തെറ്റുള്ള ഒരു കാര്യമല്ല. എന്നാൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധയും പണം സമ്പാദിക്കുന്നതിൽ മാത്രമായി തീരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു ദുശീലം വളർന്നു വരും. അത് അത്യാഗ്രഹം എന്നുള്ളതാണ്. അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുന്നുവെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നമ്മൾ സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങളും അത് നഷ്ടപ്പെടുവാൻ കാരണമായി തീരും. ഈ അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുമ്പോൾ നമ്മളെ ഇതുവരെ നടത്തിയ ദൈവത്തെ മറന്ന് നാം നമ്മുടേതായിരിക്കുന്ന വഴികളിലേക്ക് പോകുവാനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ച ഉപമയിൽ നമ്മൾ വായിച്ചത്, തനിക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ വസ്തുവകകളും താൻ സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ഇനി തനിക്ക് ഈ ലോകത്തിൽ നേടുവാനായിട്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആശ്വസിക്കുക എന്നാണ് ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും,
താൻ സ്വന്തമായി തൻ്റെ സ്വയ ആശ്രയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. താൻ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി അകന്ന് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. താൻ എന്തുമാത്രം സമ്പാദിച്ചോ അത് തന്നെ പൂർണ്ണമായും അന്ത്യത്തോളം നിലനിർത്തുവാൻ കഴിവുണ്ട് എന്ന് താൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അത് ഈ ലോകത്തോടുകൂടെ അവസാനിക്കുന്ന ഒന്ന് മാത്രമായിരുന്നു എന്ന്. അടുത്തതായിട്ട് അത്യാഗ്രഹം അത് ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ലോകത്തിലുള്ള ബന്ധങ്ങൾ തന്നെ അത് മുറിഞ്ഞു പോകുവാനുള്ള സാധ്യതയുണ്ട്. ഈ ഉപമയിൽ തന്നെ നമ്മൾ കാണുന്നത് അവിടെ 2 സഹോദരങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ ഒരു സഹോദരനാണ് താൻ സമ്പാദിച്ച് തനിക്ക് ആവശ്യമുള്ളത് എല്ലാം താൻ ഉണ്ടാക്കി എന്ന് കരുതിയിരിക്കുന്നത്. എന്നാൽ മറ്റേ ആ സഹോദരൻ വന്ന് കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്, തൻ്റെ സഹോദരൻ എന്തുമാത്രം സമ്പാദിച്ചോ അതിൻ്റെ പകുതി ഈ സഹോദരൻ നൽകുവാനായിട്ട് കൽപ്പിക്കണമേ എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ ആ സമ്പാദിച്ച സഹോദരൻ തൻ്റെ കൂട്ടു സഹോദരന് താൻ സമ്പാദിച്ചതിൽ നിന്ന് ഒരു വകയും കൊടുക്കുവാനായിട്ട് താൻ തീരുമാനിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ആ ബന്ധത്തിൽ ഒരു മുറിവുണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം സമ്പാദിച്ചാലും, എത്രമാത്രം പണം സമ്പാദിച്ചാലും നമുക്കത് ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് അത്യാഗ്രഹത്തിലേക്കും നമ്മുടെ ബന്ധങ്ങൾ തന്നെ മുറിഞ്ഞു പോകുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ നമ്മളെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ഒരിക്കലും മാമോൻ അല്ലെങ്കിൽ പണമല്ല, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന രക്ഷയിലായിരിക്കണം നമ്മുടെ ആശ്രയവും നമ്മുടെ തെരഞ്ഞെടുപ്പും എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം എങ്ങനെ നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ച് ലോകത്തിൻ്റെ വീക്ഷണം അത് ദൈവവീക്ഷണത്തിന് എതിരാണ് എന്നുള്ളതാണ്. കർത്താവ് ഈ പറഞ്ഞ ഉപമയിലെ ആ വ്യക്തിയെ സംബന്ധിച്ച് താൻ ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു, ആ നാട്ടിലെ വലിയൊരു പ്രമാണിയായിരുന്നു, മറ്റുള്ള ആളുകളാൽ താൻ വളരെ ബഹുമാനിക്കപ്പെട്ട ആളായിരുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ എല്ലാം നേടിയെന്ന് ഒരു പക്ഷേ താൻ സ്വന്തമായി ചിന്തിച്ചിട്ടുള്ള ഒരു ആളും കൂടെയായിരുന്നു. ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത വരാറില്ലേ? ഈ ലോകത്തിൽ നാം എല്ലാം നേടി, ഈ ലോകത്തിൽ ഇനി എനിക്കൊന്നും നേടുവാനായിട്ടില്ല എന്ന് നമ്മളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? പണം സമ്പാദിക്കുന്നത് ഒരിക്കലും അതിൽ തന്നെ തെറ്റുള്ള ഒരു കാര്യമല്ല. എന്നാൽ നാം സമ്പാദിച്ച പണം അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. വിശുദ്ധ വേദപുസ്തകമായിരിക്കുന്ന ബൈബിൾ തന്നെ നമ്മൾ പരിശോധിച്ചാൽ അനേകം സമ്പന്നരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് അബ്രഹാം, ഇയ്യോബ്, ഇസഹാക്ക്, യാക്കോബ്, യോസേഫ്, ഇവരെല്ലാം വളരെ സമ്പന്നരായിരുന്നു. അബ്രഹാം, യാക്കോബ്, ഇസഹാക്ക് ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നത് അവർക്ക് അനേകം കന്നുകാലികളും ആടുമാടുകളും അനേകം സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. യോസേഫ് ഒരു രാജ്യത്തിൻ്റെ തന്നെ പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെ പലവിധമായിട്ടുള്ള സമ്പന്നരെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ അവരവരുടെ സമ്പന്നത എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് ചോദിച്ചാൽ ദൈവനാമ മഹത്വത്തിനായി മാത്രം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മുടെ ഏറ്റവും ആത്യന്തികമായിരിക്കുന്ന കാര്യമെന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് എല്ലാം ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. അതുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി തന്നെ അത് പ്രയോജനപ്പെടണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ആവശ്യമാണ്. ആ ചിന്ത ഒരിക്കലും സ്വാഭാവികമായി വരുന്ന ഒരു ചിന്തയല്ല. അത് എങ്ങനെ സാധ്യമായി തീരും എന്നതിനെക്കുറിച്ചാണ് ഞാൻ മൂന്നാമതായിട്ട് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: നിങ്ങളുടെ ജീവിതം അത് വിജയകരമായി നിത്യമായി നിക്ഷേപിക്കുന്നതിന് നിങ്ങളുടെ ജീവിതങ്ങളെ യേശുക്രിസ്തുവിൽ നിക്ഷേപിക്കുകയും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ചെലവഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെ സാധ്യമായി തീരും? നിത്യമായി നിലനിൽക്കുന്ന ഒരു നിക്ഷേപത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകമായിരിക്കുന്ന ബൈബിൾ പഠിപ്പിക്കുന്നു. അത് കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ലോകത്തിൽ നാം എന്തുമാത്രം സമ്പാദിച്ചാലും, ഏതെല്ലാം തീർത്ഥാടന കേന്ദ്രങ്ങൾ പോയി സന്ദർശിച്ചാലും, എന്തെല്ലാം ദാനകർമ്മങ്ങൾ നമ്മൾ ചെയ്താലും അതിനൊന്നും നമ്മെ ആത്യന്തികമായിട്ടുള്ള രക്ഷയിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ളതായിരിക്കുന്ന ഒരു പ്രവേശനത്തിലേക്ക് അല്ലെങ്കിൽ നിത്യമായിരിക്കുന്ന ഒരു ജീവിതം നൽകുവാൻ അതിന് സാധ്യമായി തീരുകയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്നാണ്. ലോകത്തിൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനായിട്ട് ആർക്കും സാധിക്കാതിരുന്നപ്പോൾ യേശു തന്നെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു ചരിത്രമാണ് വിശുദ്ധ വേദപുസ്തകമായിരിക്കുന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ, ഈ യേശുവിനെ രക്ഷകനായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ
നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് മാത്രമല്ല, നിത്യമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാം ഇന്ന് വായിച്ച ഉപമയിൽ നമ്മൾ അവസാനം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വച്ചതൊക്കെ ആർക്കാകും എന്നാണ് ആ ചോദ്യം. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ ചോദ്യമാണത്. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം നിത്യമായി നിലനിൽക്കുന്ന ഒരു ജീവിതമല്ല. അത് ഈ നിമിഷം, അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷമോ, അല്ലെങ്കിൽ നാളെയോ, ഒരുപക്ഷെ 5 വർഷം ശേഷമോ 10 വർഷം ശേഷമോ നമുക്ക് ഈ ലോകത്തിൽ തന്നിരിക്കുന്ന ആയുസ് എത്രയാണോ ആ ആയുസിന് ശേഷം ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടും. അങ്ങനെ നമ്മൾ മാറ്റപ്പെടുമ്പോൾ നാം സമ്പാദിച്ചതോ നമ്മൾ സ്വരൂപിച്ചതോ ഒന്നും നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കില്ല. എല്ലാം ഈ ലോകത്തിൽ ഇട്ടിട്ട് തന്നെ പോകേണ്ടതായിട്ട് വരും. എന്നാൽ ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ ക്രിസ്തുവിനായി സമർപ്പിക്കുന്നുവെങ്കിൽ, യേശുവിനെ നിങ്ങൾ രക്ഷകനും കർത്താവുമായി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ, യേശു ഇന്ന് ഇറങ്ങി വന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കും. അങ്ങനെ നിങ്ങളുടെ ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുകയും ഈ ലോകത്തിലെ നിങ്ങളുടെ തുടർന്നുള്ളതായിരിക്കുന്ന ജീവിതം അത് ദൈവത്തിൻ്റെ നിയന്ത്രണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതങ്ങളായി മാറ്റപ്പെടുകയും ചെയ്യും. അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറയുന്നത് പണം സമ്പാദിക്കുന്നതല്ല. നാം എത്രമാത്രം പണം സമ്പാദിച്ചാലും അത് ഈ ലോകത്തോടുകൂടി അവസാനിക്കുന്നതാണ്. എന്നാൽ യേശുവിനെ നിങ്ങൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നതയായിട്ട് മാറും. യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായിരിക്കുന്ന സമാധാനം നൽകുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമായിട്ട് തീരും. അതുമാത്രമല്ല, ലോകത്തിൽ നമുക്ക് എത്രമാത്രം സൗഹൃദ ബന്ധങ്ങളുണ്ടെങ്കിലും അതെല്ലാം നമുക്കൊരു പ്രയാസം വരുമ്പോൾ, നമുക്കൊരു കഷ്ടത വരുമ്പോൾ അവരെല്ലാം നമ്മെ ഇട്ടിട്ട് പോകുന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ആശ്വാസമായി, നമ്മുടെ ശൈലമായി, നമ്മുടെ കോട്ടയായി ഈ കർത്താവായ യേശുക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഒരു കർത്താവും കൂടെയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ പാപികളായ നമുക്ക് വേണ്ടി രക്ഷ മാത്രമല്ല ഒരുക്കിയത്, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മളെ കരുതുവാൻ, നമ്മളെ കാക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദാനവും ചെയ്ത ഒരു കർത്താവാണ്. അങ്ങനെ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുകയും ഇന്ന് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടാൽ, ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ. ഈ നിമിഷം നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാൽ ആ നിമിഷം നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ചേരുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറും. അതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അത് ലോകത്തിൽ ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം പറഞ്ഞിരിക്കുന്നതല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്കും സാധ്യമായി തീരുന്ന കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു പൈസ പോലും ചെലവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവിനെ സ്വീകരിക്കുക, അത് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഒന്ന്, നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെ നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ആ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ജീവിതങ്ങളെ ഈ ലോകത്തോടുകൂടെ അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ തിരഞ്ഞെടുപ്പെങ്കിൽ ലോകത്തിലുള്ള ചില കാര്യങ്ങൾ നേടി നമ്മുടെ ജീവിതങ്ങളെ അവസാനിപ്പിക്കാം. എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളെ ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടും. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്: നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെ നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ച് ലോകത്തിൻ്റെ വീക്ഷണം അത് ദൈവിക വീക്ഷണത്തിന് എതിരാണ് എന്നുള്ളതാണ്. നമുക്ക് ദൈവത്തെയും ലോകത്തെയും ഒരുപോലെ സേവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത് ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ സേവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിരുന്നുവെങ്കിൽ നമ്മളിന്ന് വായിച്ച ആ ഉപമയിലെ വ്യക്തിയെ പോലെ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ നമ്മൾ വായിക്കുന്നത് കർത്താവ് ആ വ്യക്തിയെ വിളിക്കുന്നത് മൂഢ എന്നാണ്. ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ലോകത്തിലെ വീക്ഷണത്തോടുകൂടെ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കർത്താവ് വിളിക്കുന്നത് മൂഢ എന്നാണ്. നമ്മളൊരു മൂഢരായി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത്, നിങ്ങളുടെ ജീവിതങ്ങളെ വിജയകരമായി നിക്ഷേപിക്കുന്നതിന്, അല്ലെങ്കിൽ നിത്യമായി നിക്ഷേപിക്കുന്നതിന്, ആ നിക്ഷേപം കർത്താവായ യേശുക്രിസ്തുവിലും അവൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കും വേണ്ടിയായിരിക്കണം എന്നുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, ഈ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ ഈ സമയം കേൾക്കുന്നുണ്ടെങ്കിൽ ആ കർത്താവിനെ ഈ നിമിഷം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ, അങ്ങനെ നിങ്ങളുടെ ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ.
ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ്. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളത്. ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം നമുക്കൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് ഈ കേട്ട വചനം നിങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. യഥാർത്ഥ സമ്പന്നത എന്താണ് എന്ന് നാം സന്ദേശത്തിലൂടെ കേൾക്കുകയുണ്ടായി. നല്ല ബന്ധങ്ങളാണോ നല്ല സമ്പന്നത? അതെയോ കുറേ പണം നേടിയാൽ അതൊരു സമ്പന്നതയായിട്ട് കണക്കാക്കുവാനായിട്ട് സാധിക്കുമോ? നല്ല ഭവനമുണ്ടെങ്കിൽ അതൊരു സമ്പന്നതയാണോ? എന്നാൽ ഇതൊന്നും നമ്മെ നിത്യതയോളം എത്തിക്കുന്ന ഒന്നല്ല എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. യഥാർത്ഥ സമ്പന്നത എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തെ സൃഷ്ടിച്ചവനായ, ഈ പ്രപഞ്ചത്തെ ഉളവാക്കിയവനായ, സർവശക്തനും സർവജ്ഞാനിയുമായിരിക്കുന്ന ദൈവത്തിൻ്റെ മകനായിട്ട് ജനിക്കുന്നതല്ലേ യഥാർത്ഥമായിരിക്കുന്ന സമ്പന്നത എന്ന് പറയുന്നത്. ആ ദൈവത്തിൻ്റെ മകനായിട്ട് ജനിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ മകനായിട്ട് തീരുവാനായിട്ട് സാധിക്കുന്നത്. അതിന് ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. നാം ദൈവത്തിലൊന്ന് വിശ്വസിച്ചാൽ മതി. കർത്താവായ യേശു ക്രിസ്തുവിലൊന്ന് വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള വചനം ഞാൻ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ മകനായിട്ട് തീരുവാനായിട്ട് സാധിക്കും. എന്താണ് വിശ്വസിക്കേണ്ടത്? നാം ഒരു പാപിയായ മനുഷ്യനാണ്. പാപത്തിന് പരിഹാരം വരുത്തുവാനായിട്ട് പല മാർഗങ്ങൾ, പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുവാനായിട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കി പരാജയപ്പെട്ടവരാണ്. എന്നാൽ ദൈവം തന്നെ അതിന് മാർഗം ഒരുക്കി എന്നുള്ള സത്യം നാം മനസ്സിലാക്കാതെ പോകരുത്. തൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുകയും ആ കർത്താവായ യേശു ക്രിസ്തു 33 വയസ്സ് വരെ പാപരഹിതനായി, പാപം ചെയ്യാതെ നീതിമാനായി ഈ ലോകത്ത് ജീവിക്കുകയും, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ മരിക്കുകയുണ്ടായി.
ആ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ മകനായിട്ട് ജനിക്കുവാനായിട്ട് സാധിക്കും. അതല്ലേ ലോകത്തിൽ വച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറയുന്നത്. ആ സമ്പന്നത അത് ആർക്കും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ജസ്റ്റ് കർത്താവ് യേശുവിലൊന്ന് വിശ്വസിക്കുക. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ പറയുവാനായിട്ട് കഴിയുമോ? കർത്താവേ, ഞാനൊരു പാപിയാണ്, എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് മരിച്ചത് എന്ന് നാം ദൈവസന്നിധിയിൽ സമ്മതിക്കുമ്പോൾ ദൈവം നമ്മെ അവിടുത്തെ മകനായിട്ട് സ്വീകരിക്കും. അവിടുത്തെ മകനായിട്ട് ജനിച്ച് സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ മകനായിട്ട് ജനിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തോർ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പിന്നാലെ ഓടിയവരാണ്. പല പാപപ്രവൃത്തികളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കർത്താവ്, ഞങ്ങളുടെ ചിന്തകളിലൂടെയും ഞങ്ങളുടെ വാക്കുകളിലൂടെയും ഞങ്ങളുടെ നോട്ടത്തിലൂടെയൊക്കെ പാപത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ സമ്പന്നത എന്ന് പറയുന്നത് കർത്താവിനെ കണ്ടുമുട്ടുന്നതാണ് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചു. കർത്താവ് ഹൃദയത്തിൽ വാസം ചെയ്യുന്നതാണ്. കർത്താവിൻ്റെ മകനായിട്ട്, ദൈവത്തിൻ്റെ മകനായിട്ട് ജനിക്കുന്നതാണ് യഥാർത്ഥ സമ്പന്നത എന്ന് അവിടെ ഞങ്ങളെ കേൾപ്പിച്ചു. ഓർത്ത് സ്തോത്രം. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതോർ നന്ദി പറയുകയാണ്. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായി നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുന്നതിനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. സത്യം സത്യമാ, സത്യം സത്യം.